അപ്പ്, റിക്കലക്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. നമ്മളിന്ന് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത ഒരു ടോപ്പിക്കും ഇത് തന്നെയായിരുന്നു. കാരണം കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഫ്രേസൽ വെർബ് ക്വസ്റ്റ്യൻ എങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സോ ഫ്രേസൽ വെർബ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു 4 സെറ്റ് ഫ്രേസൽ വെർബ്സ് ഒന്ന് പഠിക്കാം. അതായത് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു 4 സെറ്റ് ഫ്രേസൽ വെർബ്സ് നമുക്കൊന്ന് പഠിക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കേരള PSC ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റ് 4 എണ്ണവും ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ തന്നെ പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷനിലോട്ട് പോയാലോ? അപ്പോൾ ഫ്രേസൽ വെർബ്സ് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു പേനായും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാത്ത ഫ്രേസൽ വെർബ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. PSC ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഫ്രേസൽ വെർബ്സ് പുട്ടിൻ്റേത്, പിന്നെ കോളിൻ്റേത്, ലുക്ക്, അതുപോലെ തന്നെ ഗെറ്റ്, അല്ലേ? ഇത്രയുമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 എണ്ണവും ആദ്യം നമുക്ക് പഠിച്ചങ്ങ് പോവാം. സോ പുട്ടെന്ന് പറയുന്ന വേർബിൻ്റെ ഫ്രേസൽ വെർബ്സ് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. ആദ്യത്തേത് പുട്ട് ഓഫ് ആണ്. ഒരുപാട് തവണ ചോദിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്, അല്ലേ? പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? പോസ്റ്റ്പോൺ എന്നാണ്, അല്ലേ? നീട്ടി വെക്കുക എന്നാണ്. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. ദെൻ പുട്ടപ്പ്. പുട്ടപ്പിന് റേസ്, അതായത് ഉയർത്തുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. പിന്നെ ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. സോ ഈ റേസ് എന്നുള്ള അർത്ഥത്തിൽ ഇത് പലതവണയായി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ആണ്, പുട്ടപ്പ് റേസ് അല്ലെങ്കിൽ ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്, അല്ലേ? ദെൻ പുട്ട് ഓൺ, വെയർ ചെയ്യുക, അല്ലേ? ധരിക്കുക. വസ്ത്രമൊക്കെ ധരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പുട്ട് ഓൺ പറയുന്നത്. പിന്നെ പുട്ട് ഔട്ട് ചോദിക്കാറുണ്ട്, കെടുത്തുക. തീയൊക്കെ കെടുത്തുന്നതിന് എന്താ പറയുന്നത്? എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, അല്ലേ? അപ്പം പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ആണ്. പിന്നെ പുട്ട് ഡൗൺ ചെയ്യുക, അടിച്ചമർത്തുക, അതായത് സപ്രസ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എഴുതുക എന്നുള്ള ഒരു അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്രസ് എന്നും പറയാം, റൈറ്റ് എന്നും പറയാം. ഓക്കെ ആണോ? ഇനി പുട്ട് ബൈ, ടു സേവ് ആൻ എമൗണ്ട്. ഒരു എമൗണ്ട് സേവ് ചെയ്യുക, മാറ്റി വയ്ക്കുക നാളത്തേക്ക്. സോ അതിന് നമുക്ക് എന്ത് പറയാം? പുട്ട് ബൈ എന്ന് പറയാം. അടുത്തത് പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഫോർവേഡിൻ്റെ മീനിങ് വരുന്നത് ടു മേക്ക് എ സജഷൻ. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് എ സജഷൻ. ഓക്കെ, ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുക. ദെൻ പുട്ട് എക്രോസ്, എപ്പോഴും ചോദിക്കുന്നതാ, അല്ലേ? പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ് അർത്ഥം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? ആശയവിനിമയം നടത്തുക. ദെൻ പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ടപ്പ് വിത്ത് എന്താ പറയുന്നത്? ടോളറേറ്റ്. ദെൻ പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, അല്ലേ? സ്റ്റോപ്പാണ്. പുട്ട് ആൻ എൻഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പാണ്. അപ്പം പുട്ടുമായി ബന്ധപ്പെട്ട്, അല്ലേ? പുട്ടെന്ന് പറയുന്ന വേർബുമായി ബന്ധപ്പെട്ട് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന എല്ലാ ഫ്രേസൽ വേർബ്സും ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു തവണ കൂടെ ഞാൻ പറയാം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ ആണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ബിൽഡ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ്. പുട്ട് ഓൺ എന്ന് പറയുന്നത് വെയർ ആണ്, ധരിക്കുക. ദെൻ പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ് ആണ്, അല്ലേ? ശമിപ്പിക്കുക, തീയൊക്കെ കെടുത്തുന്നതിന് നമ്മൾ പറയാറുണ്ട്. പുട്ട് ഡൗൺ സപ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ദെൻ എഴുതുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. പിന്നെ പുട്ട് ബൈ, ഒരു എമൗണ്ട് സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ബൈ എന്ന് പറയുന്നത്. ദെൻ പുട്ട് ഫോർവേഡ് എന്താ? ടു മേക്ക് എ സജഷൻ, ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ദെൻ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ് ആണ്. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ് ആണ്. സോ പുട്ടിൻ്റെ ഫ്രേസസ് പഠിച്ചല്ലോ. ഓക്കെ, പുട്ട് ഓക്കെ അല്ലേ? അപ്പം പുട്ട് സെറ്റായേ. ഇനി നമുക്ക് അടുത്തത് കോളാണ്. ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന ഫ്രേസൽ വെർബ്സ്, അതിൽ ഒരു കാറ്റഗറി കോളിൻ്റേതാണ്. അപ്പോൾ നമുക്ക് കോളിൻ്റെ ഗ്രൂപ്പിനെ ഒന്ന് പഠിച്ചാലോ? അപ്പോൾ നമുക്ക് നോക്കാം.
കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഇതിങ്ങനെ മാറിപ്പോവാതിരിക്കുക. ഈ കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആ, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. നമ്മളൊരു പേഴ്സണിനെ വിസിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഓണാവുന്നത്, അല്ലേ? നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഓണാവുന്നത്. അപ്പം പേഴ്സണിനെ വിസിറ്റ് ചെയ്യുന്നത് ഓണാവും. അപ്പം കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിസിറ്റ് എ പ്ലേസ് ആണ്. കിട്ടുമല്ലോ? കിട്ടണം. ഇനി കോളപ്പ്. കോളപ്പിന് റീകലക്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഓക്കെ. ദെൻ ടെലിഫോണിങ് സമ്മൺ, ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുക എന്ന് അല്ലെങ്കിൽ വിളിക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഓക്കെ. അപ്പം കോളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകലക്റ്റ് ആണ്. ദെൻ ടെലിഫോണിങ് സമ്മൺ എന്നുള്ള ഒരു അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കോളപ്പാണ്. കോളപ്പ് റീകലക്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ടെലിഫോണിങ് സമ്മൺ, ഒരാളെ ഫോൺ ത്രൂ വിളിക്കുന്നതിന് നമ്മൾ എന്ത് പറയാറുണ്ട്? കോളപ്പ് എന്ന് പറയാറുണ്ട്. ദെൻ അതുപോലെ റീകലക്റ്റും അതിൻ്റെ ഒരു അർത്ഥമാണ്. റീകലക്റ്റ് എന്താ? ഓർമ്മിക്കുക, അല്ലേ? ഓർമ്മിക്കുക. സോ കോളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകലക്റ്റ് എന്നുള്ള അർത്ഥത്തിലും ടെലിഫോണിങ് സമ്മൺ എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ കോൾ ഓഫ് എന്താ? ക്യാൻസൽ ചെയ്യുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ സംതിങ്. ദെൻ കോൾ ഫോർ എന്താ? ഡിമാൻഡ്, ആവശ്യപ്പെടുക, അല്ലേ? കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആണ്. കോൾ ഔട്ട് എന്താ? ടു സമൺ അല്ലെങ്കിൽ ഓർഡർ. സമൺ ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക. ഓക്കെ. ദെൻ കോൾ അപ്പോൺ എന്താ? ടു ഫോർമലി ആസ്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ്. കോൾ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലി നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് കോൾ അപ്പോൺ എന്ന് പറയുന്നത്. ദെൻ റിക്വസ്റ്റ് സമ്മൺ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, കേട്ടോ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർമലി ഒരാളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? കോൾ അപ്പോൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. കോൾ അറ്റ് എന്തായിരുന്നു? വിസിറ്റ് എ പ്ലേസ് ആയിരുന്നു. കോൾ ഓൺ എന്തായിരുന്നു? വിസിറ്റ് എ പേഴ്സൺ ആയിരുന്നു. കോൾ അപ്പ് ഓർമ്മിക്കുക, റിക്കലക്റ്റും പറയാം. പിന്നെ ടെലിഫോണിങ് സമ്മൺ എന്നും പറയാം. കോൾ ഓഫ് ക്യാൻസൽ ആയിരുന്നു. കോൾ ഫോർ ഡിമാൻഡ് ആണ്. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ സമ്മൺ ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക. ദെൻ കോൾ അപ്പോൺ എന്താ? ഫോർമലി നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, അല്ലേ? ഓക്കെ. സെറ്റാണോ? അപ്പം കോള് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ ആണോ? കോളിൻ്റെ കാര്യങ്ങൾ സെറ്റല്ലേ? ദെൻ അടുത്തത് ലുക്കാണ്. ഓക്കെ. ലുക്കും ഇതുപോലെ തന്നെ കേരള PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഫ്രേസൽ വേർബ്സിന്റെ കൂട്ടത്തിലുള്ളതാ ലുക്കിന്റെ ഫ്രേസൽ വേർബ്സ്. സോ നമുക്ക് നോക്കാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന, അല്ലേ? ടു ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ടേക്ക് കെയർ ഓഫ്. നമ്മൾ ഒരാളെ എന്ത് ചെയ്യുക? ടേക്ക് കെയർ ചെയ്യുക, അല്ലേ? ദെൻ ലുക്കപ്പ് എന്താ? ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ലുക്കപ്പ് ചോദിക്കാറുണ്ട്. സെർച്ച് ഫോർ മീനിങ്സ്, അർത്ഥങ്ങൾക്ക് വേണ്ടി നമ്മൾ എവിടെ നോക്കുന്നതിനാ? ഒരു ഡിക്ഷണറിയിൽ നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ലുക്കപ്പ്. സെർച്ച് ഫോർ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മീനിങ്സ് എന്ന് കൊടുക്കാം, കേട്ടോ. സെർച്ച് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി. സെറ്റ് ആണ്. അപ്പോൾ ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി. ദെൻ ലുക്ക് അപ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഭയങ്കരമായി ആരാധിക്കുക, ഡീപ്ലി അഡ്മയർ ചെയ്യുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക. ഓഫൺ വ്യൂയിങ് ദം ആസ് എ റോൾ മോഡൽ. അവർ നമ്മളെ റോൾ മോഡൽ ആയിരിക്കും. ഒരാളെ നമ്മൾ അങ്ങനെ ഡീപ്പായിട്ട് അഡ്മയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ലുക്ക് അപ് ടു എന്ന് പറയുന്നത്. ഓക്കെ. ലുക്ക് അപ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്ലി അഡ്മയർ അല്ലെങ്കിൽ റെസ്പെക്റ്റ്. ഓഫൺ വ്യൂയിങ് ദം ആസ് എ റോൾ മോഡൽ, ഒരു റോൾ മോഡലായൊക്കെ കാണുക. കിട്ടുമല്ലോ? ദെൻ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഒരു കാര്യത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കുക, ആധികാരികമായി ഒന്ന് പരിശോധിക്കുക, എക്സാമിൻ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്? ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ എക്സാമിൻ ആണ്. ദെൻ ലുക്ക് ഫോർവേഡ്, എക്സ്പെക്ട് ഓർ ഹോപ്പ് ഫോർ. ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്? ലുക്ക് ഫോർവേഡ്. ഓക്കെ ആണോ? ദെൻ ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, സീക്ക് സംതിങ്. ഓക്കെ. ലുക്ക് ഫോർ അന്വേഷിക്കുക. ഇനി അർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഡിക്ഷണറിയിലാണെങ്കിൽ ലുക്കപ്പാണ്, മറന്നു പോരുത്, അത് ലുക്കപ്പാണേ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ നോർമലി സീക്ക് സംതിങ്, എന്തെങ്കിലും അന്വേഷിക്കുക. ദെൻ ലുക്ക് ഔട്ട്. പോലീസൊക്കെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ കേൾക്കാറില്ലേ?
സോ ബി വാണ്ടഡ് അല്ലെങ്കിൽ ബി കെയർഫുൾ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്, ലുക്ക് ഔട്ട്. ക്രിമിനൽസിനൊക്കെ വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ ഇങ്ങനെ അവരെ ചിത്രമൊക്കെ പതിപ്പിച്ചുകൊണ്ട് ചോരയിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബി വാണ്ടഡ്, അല്ല എങ്കിൽ ബി കെയർഫുൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ശ്രദ്ധിച്ചോ, അടുത്തത് ലുക്ക്, നിങ്ങൾ ഫാസ്റ്റിലോട്ടൊന്നും മാറ്റണം, ഇങ്ങനെ പഠിച്ചാൽ മതി. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഡൗൺ ഓൺ. നോക്കുക, വാച്ച് വിത്ത് ഡിസ്ലൈക്ക്, താല്പര്യം ഇല്ലാതെ ഒരു കാര്യത്തെ നോക്കിക്കാണുക. ഐ മീൻ ഒരു വെറുപ്പോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിനാണ് എന്ത് പറയുന്നത്, ലുക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, അവജ്ഞയോടുകൂടി ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിനാണ് എന്ത് പറയുന്നത്, ലുക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഒന്നും കൂടെ പറയുകയാണെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ് ആണ്. ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡിക്ഷണറിയിലെ മീനിങ്സ് നോക്കുന്നു, ലുക്കപ്പ്. ദെൻ ലുക്ക് അപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്നു, അല്ലേ. ദെൻ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുക. ദെൻ ലുക്ക് ഫോറോ അന്വേഷിക്കുക. ലുക്ക് ഔട്ട് നോട്ടീസ്, അല്ലേ, ബി വാണ്ടഡ്. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വാച്ച് വിത്ത് ഡിസ്ലൈക്ക്, താല്പര്യമില്ലാതെ കാണുക. കിട്ടുമല്ലോ. അപ്പം ലുക്കും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഗെറ്റ് ആണ്. ഇനി നമുക്ക് ഗെറ്റിന്റെ ഫ്രേസസ് ഒന്ന് പഠിക്കാം. ഓക്കെ, ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്, ഗെറ്റ് ത്രൂ, പാസ് ആവുക, അല്ലേ, ഗെറ്റ് ത്രൂ, പാസ്, കടന്നു പോവുക അല്ലെങ്കിൽ പാസ് ആവുക എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് ഗെറ്റ് ത്രൂ, പാസ്. ദെൻ ഗെറ്റ് ഓവർ, റിക്കവർ ഫ്രം സംതിങ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഓവർകം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. സോ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അർത്ഥത്തിൽ പറയാം. ഒന്ന് റിക്കവർ ഫ്രം ആണ്, അടുത്തത് ഓവർകം ആണ്. ദെൻ ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എസ്കേപ്പ്, ഗെറ്റ് ഓഫ്, എസ്കേപ്പ്. അതല്ല എങ്കിൽ വേറെ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ലീവ് എ വെഹിക്കിൾ ഓർ പ്ലേസ്. ഒരു വാഹനത്തിൽ നിന്നോ ഒരു സ്ഥലത്തിൽ നിന്നോ നമ്മൾ ഇറങ്ങുന്നതിന്, അവിടുന്ന് പോകുന്നതിന് എന്ത് പറയാറുണ്ട്, ഗെറ്റ് ഓഫ് എന്ന് പറയാറുണ്ട്. ഇനി സ്റ്റാർട്ട് എ ജേണി, ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ ഗെറ്റ് ഓഫ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു വെഹിക്കിളിൽ നിന്നോ ഒരു പ്ലേസിൽ നിന്നോ ലീവ് ചെയ്യുന്നതിന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. ഇനി ഗെറ്റ് എലോങ് ആണ്, മേക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുക ഒരു കാര്യത്തിൽ. ഇനി അതല്ല എങ്കിൽ ടു കോപ്പ് വിത്ത് സിറ്റുവേഷൻസ്, ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സോ രണ്ടർത്ഥത്തിൽ പറയാം. ഗെറ്റ് എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് പ്രോഗ്രസ് എന്നുള്ള അർത്ഥത്തിൽ പറയാം. അതുപോലെ ടു കോപ്പ് വിത്ത് സിറ്റുവേഷൻസ്, ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാം, അല്ലേ, മാനേജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലേ. ദെൻ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കീപ് ഗോയിങ് എന്നാണ് അർത്ഥം. ഗെറ്റ് ഓൺ എന്താ, കീപ് ഗോയിങ്, ഗെറ്റ് ഓൺ, കീപ് ഗോയിങ്. ഡയറക്റ്റ് ആയിട്ടും ചിലപ്പോൾ മീനിങ്സ് ചോദിക്കാറുണ്ട്. ഈ ഫ്രേസിന്റെ മീനിങ് താഴെ കൊടുത്തിട്ടുള്ളത് എന്താ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഈ മീനിങ് അതുപോലെ തന്നെ പഠിച്ചു വെക്കുകയും കൂടെ വേണം നിർബന്ധമായിട്ടും. സോ നോക്കടാ, ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ഗോയിങ് എന്നാണ് അർത്ഥം വരുന്നത്. ദെൻ ഗെറ്റ് അവേ എന്താ, ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. ഓക്കെ, ഗെറ്റ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ്. അപ്പം ഗെറ്റ് ഓഫിനും എസ്കേപ്പ് എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്, ഗെറ്റ് അവേക്കും എസ്കേപ്പ് എന്ന് പറയുന്ന ഒരർത്ഥം വരുന്നുണ്ട്. ദെൻ ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം എന്നാണ് അർത്ഥം വരുന്നത്, അല്ലേ. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓവർകം. അപ്പോൾ ഇവിടെ നോക്ക്, വേറൊരു ഓവർകം ഉണ്ടായിരുന്നു, ഗെറ്റ് ഓവർ. ഓപ്ഷൻ അനുസരിച്ച് ചെയ്താൽ മതി, രണ്ടും കൂടെ ഓപ്ഷനിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. ദെൻ ഗെറ്റപ്പ് എന്താ, എണീക്കുക, രാവിലെ എണീറ്റ് വരുന്നു, ഗെറ്റപ്പ്, അല്ലേ. ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കുക, ഉണരുക, അല്ലേ. കിട്ടുമല്ലോ. അപ്പം ഗെറ്റിന്റെ ഫ്രേസസ് നോക്ക്. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ആണ്. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ഫ്രം അല്ലെങ്കിൽ ഓവർകം ആണ്. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒരു വെഹിക്കിളിൽ നിന്നോ ഒരു പ്ലേസിൽ നിന്നോ ലീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. സ്റ്റാർട്ട് എ ജേണി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ദെൻ ഗെറ്റ് എലോങ് എന്താ, മേക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടുക, മാനേജ് ചെയ്യുക. ദെൻ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ഗോയിങ് ആണ്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ആണ്, അല്ലേ. രണ്ട് എസ്കേപ്പ്, ഗെറ്റ് ഓഫും ഗെറ്റ് അവേയും. ഓക്കെ. ദെൻ ഗെറ്റ് അറൗണ്ട് എന്താ, ഓവർകം ആണ്. ഗെറ്റ് അപ്പ് എന്താണ്, റൈസിങ് ഫ്രം ബെഡ് ആണ്. കിട്ടുമല്ലോ, സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം. ഞാൻ ഈ പറഞ്ഞ 4 വേർബ്സിൻ്റെയും ഫ്രേസൽ വേർബ്സ് ഞാൻ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കേരള PSC
പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുതൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് എന്തുമായി ബന്ധപ്പെട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ പറയുന്നതിൻ്റെ കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 വേർബ്സിൻ്റെ ഫ്രേസൽ വേർബ്സ് പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, നോക്കണം. ആദ്യത്തെ ചോദ്യം, ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ടോളറേറ്റിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ ഡിസ്റ്റർബിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഡിസ്റ്റർബിങ് ആറ്റിറ്റ്യൂഡുമായിട്ട് ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ടോളറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ച ഫ്രേസൽ വേർബ് ഏതാ? പുട്ടിൻ്റെ ഏത് ഫ്രേസൽ വേർബ് ആയിരുന്നു ടോളറേറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചത്? പുട്ടപ്പ് വിത്ത് അല്ലേ? അല്ലേ? അപ്പം പുട്ടപ്പ് വിത്ത്, ദേ ആൻസർ കിട്ടിയല്ലോ. അപ്പം പുട്ടപ്പ് വിത്താണ് ആൻസർ. ഇനി നമുക്ക് നോക്കാം. ദ സ്ട്രേഞ്ചർ വോർ, വെയറിൻ്റെ പാസ്റ്റ് അല്ലേ? വോർ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി. അപ്പം വെയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ച ഫ്രേസൽ വേർബ് ഏതാ? വെയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഏതായിരുന്നു? നോക്കാം നമുക്ക്. പുട്ട് ഓൺ അല്ലേ? പുട്ട് ഓൺ ആണ് കേട്ടോ. പുട്ട് ഓൺ ആണ് എന്ത്? വെയർ. പുട്ട് ഓൺ ആണ് വെയർ. ഓക്കെ, അടുത്തത് ദ വെഡിങ് ഹാസ് ബീൻ ഡാഷ് അൻറ്റിൽ ജൂൺ, നീട്ടിവെച്ചു, പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വേർബ് ഏതാണ്? പുട്ട് ഓഫ് അല്ലേ? പുട്ട് ഓഫ് ആണ് എന്ത്? പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വേർബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ട് ഓഫ് ആണ്. ദെൻ ഷീ ഡാഷ് ഹെർ ന്യൂ യൂണിഫോം, ധരിച്ചു, പുതിയ യൂണിഫോം ധരിച്ചു. വെയർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഏതാ? പുട്ടോൺ അല്ലേ? പുട്ടോൺ. ആൻസർ എന്ത് വരുന്നു? പുട്ടോൺ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാടെണ്ണം തലങ്ങും വിലങ്ങും പഠിക്കേണ്ട. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാനിപ്പോൾ പറഞ്ഞ 4 വേർബ്സിൻ്റെയും ഫ്രേസൽ വേർബ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ചെണ്ണം കൂടെ ഉണ്ട്, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം കൂടെ ഉണ്ട്. അപ്പം അതൊക്കെ അതിൽ ചോദിക്കുന്ന ആൾക്കാരെ പഠിച്ചു വെക്കുക. കാരണം ഒരുപാട് എന്തൊക്കെയോ ഫ്രേസൽ വേർബ്സ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. നമുക്ക് ചോദിക്കുന്ന പരീക്ഷയെ അറിഞ്ഞു പഠിച്ചാൽ മതി എന്നുള്ളതാ. ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രേസൽ വേർബ്സ് നമുക്ക് മനസ്സിലൊട്ടും നിൽക്കാത്ത സാധനങ്ങളാണ്. സോ പരീക്ഷയെ അറിഞ്ഞ് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ അതിനെ പഠിക്കാനായിട്ട്. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നോ വൈഫ് ക്യാൻ ഡാഷ് ദ ടോർച്ചേഴ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ്. ടോളറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അല്ലേടാ വേണ്ടത് അല്ലേ? ഏതായിരിക്കും ആൻസർ? ഒരു വൈഫിനും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഹസ്ബൻഡിൻ്റെ ടോർച്ചേഴ്സ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? ദ ആൻസർ ഈസ് പുട്ട് അപ്പ് വിത്ത്. ഓക്കെ, പുട്ട് അപ്പ് വിത്ത്. ദെൻ ഷീ ഡിഡ് നോട്ട് നോ ഹൗ ടു ഡാഷ് ഓൾ ഹെർ ഡിഫിക്കൽറ്റീസ്. അവളുടെ ഡിഫിക്കൽറ്റീസ് ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അവൾക്കറിയില്ല. സോ ഓവർകം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ചത് ഗെറ്റ് ഓവർ ആയിരുന്നു. കേട്ടല്ലോ, ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ നോക്കി ചെയ്യണേ എന്ന്. ഓക്കെ, അപ്പം ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം ആണ്. ഗെറ്റ് ഓവർ എന്താണ്? ഓവർകം. ഗെറ്റ് ഓവർ, ഓവർകം പഠിച്ചോ. ഷി ഡിഡ് നോട്ട് നോ ഹൗ ടു ഗെറ്റ് ഓവർ ഓൾ ഹെർ ഡിഫിക്കൽറ്റീസ്. കിട്ടൂലേ? അടുത്തത് നോക്ക്. വി യൂഷ്വലി ഡാഷ് ഏർലി ആൻഡ് ഗോ ഫോർ എ വോക്ക്. നേരത്തെ ഉണരും, എണീക്കും. ബെഡിൽ നിന്ന് എണീക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ച ഫ്രേസൽ വേർബ് ഏതായിരുന്നു? നോർമലി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്നതാ, ഗെറ്റപ്പ് അല്ലേ? ഗോട്ടപ്പ് എന്നൊന്നും ആക്കണ്ട. കാരണം ഇതെന്താ? ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഹാബിറ്റാണ്, ഒരു ഹാബിച്വൽ ആക്ഷനാണ് അല്ലേ? ഹാബിച്വൽ ആക്ഷൻസ് ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലല്ലേ പറയാറ്. സോ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി? വി ആയതുകൊണ്ട് ഗെറ്റ്സും പറയണ്ട അല്ലേ? പ്ലൂറൽ അല്ലേ? ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് ദ ഗവൺമെൻറ് ഈസ് ഷുവർ ടു ഡാഷ് ടാക്സസ് സൂൺ. ദ ഗവൺമെൻറ് ഈസ് ഷുവർ ടു ഡാഷ് ടാക്സസ് സൂൺ. ഗവൺമെൻറ് എന്തായാലും ടാക്സസ് ഉയർത്തും, റേസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ഇൻക്രീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച ഫ്രേസ് ഏതായിരുന്നു? ഏതായിരുന്നു പറഞ്ഞേ? പുട്ടപ്പാണ് അല്ലേ? പുട്ടപ്പ്. റേസ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ റേസ് ചോദിക്കാറും ഉണ്ടെന്ന്, ഉയർത്തുക അല്ലേ? റേസ്. സോ ദ ഗവൺമെൻറ് ഇസ് ഷുവർ ടു പുട്ടപ്പ് ടാക്സസ് സൂൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ റാങ്ക് ഹോൾഡേഴ്സ് വിസിറ്റഡ് ദെയർ ടീച്ചർ. ബാക്കി വായിക്കുക പോലും വേണ്ട, ഒരാളെ വിസിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? നമുക്ക് കോളോണും ഉണ്ട് കോളറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓണാവും. കോളോൺ അല്ലേ?
കോളോൺ അല്ലേ, എന്ത് കൊടുക്കാം പറഞ്ഞേ? കോൾഡ് ഓൺ. ആൻസർ എന്താ വരുന്നത്? കോൾഡ് ഓൺ. ഓക്കെ, അടുത്തത് നോക്ക്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഇസ് ബാഡ്. ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഏതായിരുന്നു? കോൾ ഓഫ് അല്ലായിരുന്നോ? നമ്മൾ പഠിച്ചതല്ലേ? ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കോൾ ഓഫ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ. സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആവർത്തിച്ച് ചോദിക്കുന്ന ഫ്രേസൽ വേർബ്സ് ഏതൊക്കെയാണെന്ന് അല്ലേ? അതിനനുസരിച്ച് വേണം പഠിച്ചു വെക്കാൻ. അടുത്ത നോക്ക്. ദ ന്യൂ MP ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ. MP പ്രൈം മിനിസ്റ്ററിനെ വിസിറ്റ് ചെയ്തു. ഒരാളെ അല്ലേ വിസിറ്റ് ചെയ്യുന്നത്? ഒരാളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്രേസൽ വേർബ് ഏതാ? കോളോൺ ആണോ കോളറ്റ് ആണോ? കോളോൺ. ആളെ വിസിറ്റ് ചെയ്യുമ്പോൾ കോളോൺ. സോ ദ ന്യൂ MP കോൾഡ് ഓൺ ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ. യെസ്റ്റർഡേ അല്ലേ, അപ്പം കോൾഡ് ഓൺ വേണ്ടേ? വേണ്ടേ അല്ലേ? ഒരു പാസ്റ്റ് ആക്ഷൻ അല്ലേ? സോ അടുത്തത്, ദ മാനേജർ ഇസ് വെരി റൂഡ്. ദേ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ. വീണ്ടും ടോളറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ വേണം. ആ മാനേജർ റൂഡാണെന്നാ പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എന്തോ ഡാഷ് ഹിസ് ബിഹേവിയർ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തായിരിക്കും? പുട്ട് അപ്പ് വിത്ത്. ദ ആൻസർ ഇസ് പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. കിട്ടുമല്ലോ. അടുത്ത നോക്കി. ദേ കനോട്ട് ഡാഷ് ദ ഫയർ. കെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ശമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പുട്ട് ഔട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പുട്ട് ഔട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സോ നമുക്ക് നോക്കാം എന്താ ആൻസർ വരുന്നത്. പുട്ട് ഔട്ട്, കെടുത്തുക അല്ലെങ്കിൽ ശമിപ്പിക്കുക. എക്സ്റ്റിംഗ്വിഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കി. ഷീ ഡാഷ് ദ ബസ്. മെയിൽ വാർഡൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നായിരിക്കും. അപ്പോൾ നമ്മളൊരു വെഹിക്കിളിൽ നിന്ന് ഒരു പ്ലേസിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിന് ഞാനൊരു ഫ്രേസൽ വെർബ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായിരുന്നു? ഗെറ്റ് ഓഫ് അല്ലേ അതിൻ്റെ പാസ്റ്റ് അല്ലേ? ഗോട്ട് ഓഫ്. അപ്പം ലീവ് എ വെഹിക്കിൾ. നോക്ക്. ഷീ ഡാഷ് ദ ബസ്, ഗോട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങി അല്ലേ? ഗോട്ട് ഓഫ് ദ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങി. ലീവ് എ വെഹിക്കിൾ. ഓക്കെ ആണോ? അപ്പം ഗോട്ട് ഓഫ് ഒന്ന്, ഐ മീൻ ഗെറ്റ് ഓഫ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ പാസ്റ്റ് ആണെന്ന് കേട്ടോ. പാസ്റ്റിലാവുമ്പോഴത്തേക്ക് സംഭവം മാറിപ്പോവരുതേ. ഈ ഫ്രേസൽ വേർബ് V1 നമ്മൾ പഠിക്കുന്നുണ്ടാവും. അത് V2 ആവുമ്പോഴത്തേക്ക് തല തിരിഞ്ഞു പോവരുത്. അത് തന്നെ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വരാനില്ല. ഓക്കെ, അടുത്ത നോക്കി. വൈ ഡോണ്ട് യു ലുക്ക് ഡാഷ് ദ ഡിക്ഷണറി ടു ഗെറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ്. അപ്പം ഡിക്ഷണറിയിൽ നമ്മൾ അർത്ഥങ്ങൾക്ക് വേണ്ടി തിരയുന്നതിന് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ലുക്കപ്പ് അല്ലേ? അല്ലേ? അപ്പം ലുക്ക് ഇവിടെ തന്നിട്ടുണ്ടേ. ഇവിടെ നോക്ക്, നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗമാ വേണ്ടത്. എന്താ അത്? അപ്പം അല്ലേ ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? കിട്ടുമല്ലോ. അടുത്തേ നോക്കി. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദ പ്രസിഡന്റ് ടു ക്ലാരിഫൈ ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ. വിസിറ്റ് ചെയ്തു എന്നായിരിക്കണം. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തു. ഒരാൾ മറ്റൊരാളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് നമ്മൾ ഒരുപാട് തവണ പഠിച്ചു അല്ലേ? കോൾഡ് ഓൺ. കോൾഡ് ഓൺ. കോളോൺ അല്ലേ നമ്മൾ പഠിച്ചതല്ലേ? അതിന്റെ പാസ്റ്റ് കോൾഡ് ഓൺ. അടുത്ത നോക്ക്. റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ചോസൺ ഫ്രം ദോസ് ഗിവൻ ബിലോ. ഏതാ? ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ടോളറേറ്റ്, പുട്ടപ്പ് വിത്ത്. എത്ര തവണ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ? ഇനി മറക്കുമോ? ഇല്ല. അപ്പം പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. പുട്ടപ്പ് വിത്ത് എന്താ? ടോളറേറ്റ്. അടുത്തേ നോക്കിയേ. ഷീ ഷുഡ് ഓൾവേസ് ഡാഷ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി. ഡിക്ഷണറിയിൽ മീനിങ് നോക്കുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്? ലുക്കപ്പ് അല്ലേ? അല്ലേ? ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടതാ. സോ ദ ആൻസർ ഈസ് ലുക്കപ്പ്. ഓക്കെ, ലുക്കപ്പ്. അടുത്തേ നോക്കുക. റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ഗിവൻ ബിലോ. ഐ കനോട്ട് റീകലക്ട്. ഓർമ്മിച്ചെടുക്കുക ദാറ്റ് ഇൻസിഡൻറ്റ്. അപ്പോൾ റീകലക്റ്റിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ റീകലക്റ്റ് എന്നും പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഒരു ഫ്രേസൽ വേർബ്. ഏതായിരുന്നു പറഞ്ഞേ? കോളപ്പല്ലേ? കോളപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീകലക്റ്റ് ആണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സോ കോളപ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്ക്. മെനി പീപ്പിൾ ഡാഷ് ദ പുവർ. നമ്മൾ അവജ്ഞയോടുകൂടി നോക്കി കാണുക എന്നുള്ള അർത്ഥത്തിൽ ഒരു ഫ്രേസൽ വേർബ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പുവറിനെ, അതായത് പാവപ്പെട്ടവരെ പല ആൾക്കാരും ഒരു അവജ്ഞയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ പറയുന്ന ഫ്രേസൽ വേർബ് ഏതായിരുന്നു പറഞ്ഞേ? ലുക്ക് ഡൗൺ ഓൺ ആണ് അല്ലേ? മെനി പീപ്പിൾ ലുക്ക്ഡ് ഡൗൺ ഓൺ. വാച്ച് വിത്ത് ഡിസ്ലൈക്ക്. താല്പര്യക്കുറവോടെ കാണുക, ഇഷ്ടമില്ലാതെ നോക്കിക്കാണുക അല്ലേ? വെറുപ്പോട് കൂടി കാണുക. അപ്പം ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ വാച്ച് വിത്ത് ഡിസ്ലൈക്ക് ആണ്. അടുത്തതായി കാൺ ഡാഷ് യുവർ റൂട്ട്നെസ് എനിമോർ.
എനിക്കിനിയും നിങ്ങളുടെ റൂട്ട്നെസ് സഹിക്കാനൊന്നും പറ്റൂല, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ദ ആൻസർ ഈസ് പുട്ടപ്പ് വിത്ത്. ഈ പുട്ടപ്പ് വിത്ത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടോ നിങ്ങൾ, എന്തോരം ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അടുത്തത് നോക്കി, ഐ ഡാഷ് ദ എക്സാമിനേഷൻ ബട്ട് മൈ ബ്രദർ ഫെയിൽഡ്. അപ്പം ഞാൻ പാസ്സായി എന്നായിരിക്കണം. ബട്ട് ഉണ്ടല്ലോ, ബട്ട് വെച്ച് നമ്മൾ രണ്ട് കോൺട്രഡിക്ടറി പെയേഴ്സിനല്ലേ കണക്ട് ചെയ്യുക. ഞാൻ ജയിച്ചു പക്ഷെ എൻ്റെ അനിയൻ ഞാൻ ജയിച്ചു പക്ഷെ എൻ്റെ അനിയൻ ഫെയിലായി അല്ലേ, എൻ്റെ അനിയൻ ഫെയിലായി. അപ്പം നമുക്ക് നോക്കാം, ജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ, പാസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഫ്രേസൽ വെർബ് ഗെറ്റ് ത്രൂ അല്ലായിരുന്നോ അല്ലേ, അതിൻ്റെ പാസ്റ്റ് ഗോ ത്രൂ, പാസ്. ഓക്കെ, അപ്പം ഗെറ്റ് ത്രൂ എന്താ, പാസ്. അടുത്തത് ദ ഫ്രേസൽ വെർബ് ലുക്ക് ഡൗൺ അപ്പോൺ മീൻസ് ലുക്ക് ഡൗൺ അപ്പോൺ. അപ്പം നോക്ക്, ദേ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലുക്ക് ഡൗൺ. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ഫ്രേസൽ വെർബ് ലുക്ക് ഡൗൺ അപ്പോൺ മീൻസ്, ലുക്ക് ഡൗൺ ഓൺ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ ലുക്ക് ഡൗൺ ഓണിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ലുക്ക് ഡൗൺ അപ്പോണിനും ഉള്ളത് കേട്ടോ. അതായത് താല്പര്യക്കുറവോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി ഇഷ്ടമില്ലായ്മയോടുകൂടി ഒരാളെ അല്ലെങ്കിൽ ഒന്നിനെ നോക്കി കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ട്രീറ്റ് കെയർഫുള്ളി ആണോ, അല്ല. ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്, പുച്ഛത്തോടു കൂടി അല്ലേ, അതെ. സോ അപ്പം ഇതും കൂടെ പഠിച്ചു വെച്ചോ, ലുക്ക് ഡൗൺ ഓണും ലുക്ക് ഡൗൺ അപ്പോണും സെയിം മീനിങ് ആണ് കേട്ടോ. ലുക്ക് ഡൗൺ ഓണും ലുക്ക് ഡൗൺ അപ്പോണും സെയിം മീനിങ് ആണേ. അടുത്ത് നോക്കിയടാ, he would have overcome his difficulties by his hard working nature. Overcome ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ലേ ഓവർകം ചെയ്യാന്നുള്ളത്. ഏതായിരുന്നു ഓവർകം, ഏതായിരുന്നു, ഗെറ്റ് അറൗണ്ട് അല്ലേ. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം ആയിരുന്നു. സോ ഓവർകം എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളോട് ഇതിൽ അതേ അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ് ഏതാന്ന് ചോദിച്ചു. നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഗെറ്റ് അറൗണ്ട് ആണ് ഓവർകം. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർകം ആണ്. ദെൻ ദ തീഫ് ഡാഷ് ബൈ ദ ബാക്ക് ഡോർ. എസ്കേപ്പ് ചെയ്തു, രക്ഷപ്പെട്ടു. എസ്കേപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്, ഗെറ്റ് അവേ അല്ലേ, ഗെറ്റ് അവേ അല്ലേ. സോ ഗോട്ട് അവേ ഇവിടെ പാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഗോട്ട് അവേ. എസ്കേപ്പ് കിട്ടുമല്ലോ, എസ്കേപ്പിന് എന്താ പറയുന്നത്, ഗെറ്റ് അവേ. ഓക്കെ, ദെൻ ഹി ഡാഷ് സം യൂസ്ഫുൾ ടിപ്സ്. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. മുമ്പോട്ട് വെച്ചു എന്നായിരിക്കണം അല്ലേ, കുറച്ച് യൂസ്ഫുൾ ടിപ്സ് മുമ്പോട്ട് വെച്ചു. മുമ്പോട്ട് വെക്കുക, സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ച ഫ്രേസൽ വെർബ് ഏതായിരുന്നു പറഞ്ഞേ, പുട്ട് ഫോർവേഡ്. ഓക്കെ, പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ എന്ന് പറഞ്ഞല്ലേ നമ്മൾ പഠിച്ചത്, പുട്ട് ഫോർവേഡ് അല്ലേ. സോ കിട്ടുമല്ലോ. അടുത്തേ നോക്കിയേ, ഫൈൻഡ് ദ ഫ്രേസ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് ഇൻ ദ സെന്റൻസ്. ഏതാണ് നോക്കുക, ദ ഒക്കേഷൻ ഡാഷ് പ്രോംപ്റ്റ് ആക്ഷൻ. ദ ഒക്കേഷൻ ഡാഷ് പ്രോംപ്റ്റ് ആക്ഷൻ. ഈ ഒരു ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് ഏതാ, കോൾ ഫോർ ആണ് അല്ലേ. കോൾ ഫോർ, ഡിമാൻഡ്. എന്താ പറയുന്നത്, ഈ ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. സോ ദ ഒക്കേഷൻ കോൾ ഫോർ പ്രോംപ്റ്റ് ആക്ഷൻ. കോൾ ഫോർ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. ഓപ്ഷനിലുള്ളത് ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുക, കോൾ ഫോർ അല്ലേ. ഓക്കെ, ദെൻ അടുത്തേ നോക്കിയേ, ചൂസ് ദ ഫ്രേസൽ വെർബ് വിച്ച് മീൻസ് ഡിമാൻഡ്. ഇപ്പം പഠിച്ചതാ നമ്മൾ അല്ലേ. ഡിമാൻഡ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഏതാടാ അപ്പൊ പഠിച്ചല്ലേ പറഞ്ഞേ, കോൾ ഫോർ. കോൾ ഫോർ അല്ലേ ഡിമാൻഡ് അല്ലേ. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വേർബ്സിൻ്റെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ഫ്രേസൽ വേർബ്സ് പഠിച്ചു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കേരള PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും ചെയ്യുകയും ചെയ്തു. സോ നമുക്ക് അടുത്ത ഒരു സെഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ള സെഷൻസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ്, ക്ലാസ് വേണമെന്ന് തോന്നുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതാണ് നമ്മളെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.